സഹകരണ ബാങ്കുകൾക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരത്ത് RBIക്ക് മുന്നിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യഗ്രഹ സമരം. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം. മോദി സർക്കാർ ജനങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറുകയാണെന്ന് സീതാറാം യെച്ചൂരി. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് കേരള MPമാർക്ക് ധനമന്ത്രിയുടെ ഉറപ്പ്. നോട്ട് നിരോധനത്തിൽ സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. തീരുമാനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഉറപ്പാക്കണം. പ്രഖ്യാപനത്തിന് മുൻപ് സർക്കാർ വേണ്ട ഗ്രഹപാഠം ചെയ്തില്ലെന്ന് കോടതി. നാളെ നോട്ട് മാറ്റാൻ സാധിക്കുക മുതിർന്ന പൗരന്മാർക്ക് മാത്രം. നോട്ട് പിൻവലിച്ചതിലൂടെ സർക്കാർ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് RSS താത്വികാചാര്യൻ ഗോവിന്ദാചാര്യ മീഡിയ വണിനോട്. അന്തോഖ്യ മലങ്കര ബന്ധമുലയുന്നു. ബസോലിയസ് തോമസ് പ്രഥമൻ വിദേശ ഭദ്രാസനങ്ങളിൽ ഇടപെടരുതെന്ന പാത്രിയർക്കീസ് ബാവയുടെ ഉത്തരവ്. കാതോലിക്ക ബാവയുടെ അധികാര പരിധി ഇന്ത്യ മാത്രമാണെന്ന് പാത്രിയർക്കീസ് ബാവ. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണിന്. ഉത്തരവിലുള്ളത് പുതിയ കാര്യമല്ലെന്ന് അന്തോഖ്യ ബാവയുടെ സ്ഥിരീകരണം മീഡിയ വണിനോട്. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ സത്യഗ്രഹ സമരം നടത്തി. തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന് മുന്നിലായിരുന്നു സമരം. സഹകരണ മേഖലയെ തകർക്കാൻ BJP രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. തിരുവനന്തപുരത്തെ റിസർവ് ബാങ്ക് മേഖലാ കേന്ദ്രത്തിന് മുന്നിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഒന്നടങ്കം സത്യഗ്രഹ സമരം നടത്തിയത്. 7 മണിക്കൂർ നീണ്ട സമരത്തിൽ സഹകരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടിക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് സമരം അവസാനിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടേതാണ്. ഇത് തകർക്കാൻ ആരെയും അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നാട് ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് വിജയിപ്പിച്ച് മാത്രമേ നാടടങ്ങുകയും ചെയ്യൂ എന്ന കാര്യം ഉറപ്പാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനും ഘടകകക്ഷി നേതാക്കളും ഐക്യദാർഢ്യവുമായി സമരപന്തലിലെത്തി. ഇനി ഈ വിഭ്രാന്തൻ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ മോദിയെയും കൂട്ടരെയും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് കേരളത്തിന്റെ ഈ പൊതുവികാരം കണക്കിലെടുത്ത് മോദി തലതിരിഞ്ഞ തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകണം. രാവിലെ 10 ആരംഭിച്ച സമരം വൈകിട്ട് 5 അവസാനിച്ചു. സഹകരണ മേഖല സ്തംഭിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഈ മാസം 21 ചേരുന്ന സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തുടർ നടപടികൾ ഉണ്ടാവുക. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തിന്റെ വികാരം ദേശീയ തലത്തിൽ ഉയർത്തിയ സമരമാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത്. പ്രതിപക്ഷ നേതാക്കൾ വേദിയിലെത്തിയില്ലെങ്കിലും അവരുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു പ്രക്ഷോഭമെന്നത് ശ്രദ്ധേയമായി. കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ BJP നേതാക്കൾക്കുമുള്ള രാഷ്ട്രീയ മറുപടി നൽകാനുള്ള വേദിയായാണ് സമരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കണ്ടത്. അപ്രതീക്ഷിതമായി രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് നടന്നാണ് മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും സമരവേദിയിലെത്തിയത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം പ്രവർത്തകർ ഒഴുകിയെത്തി. ഉച്ചയ്ക്ക് ലഭിച്ച ഇടവേളയിൽ ഇടത് സർക്കാർ ജീവനക്കാരും ഒന്നിനു പിറകെ ഒന്നായി ചെറുജാഥകളായെത്തി പിന്തുണ അർപ്പിച്ചു. ഇതിനിടയിൽ CPM സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വേദിയിലെത്തി. അല്പം വൈകിയാണ് VS എത്തിയതെങ്കിലും ആവേശം വാനോളമുയർന്നു. ആവേശകരമായ വാക്കുകളിലാണ് മന്ത്രിമാരെല്ലാം പ്രസംഗിച്ചത്. അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് NDAയുടെ സഖ്യകക്ഷിയായ ശിവസേന പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെച്ച് പ്രകടനമായെത്തി അഭിവാദ്യം ചെയ്തു. നവദമ്പതികളെത്തിയത് കൗതുകമായി. തുടങ്ങിയത് മുതൽ അവസാനിച്ചതുവരെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു റിസർവ് ബാങ്ക് പരിസരം. ഒരു നാടിൻ്റെയാകെ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കാൻ ഉതകുന്ന നയത്തിനെതിരെ സമാനതകളില്ലാത്ത സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം J മുഹാജിർ, മീഡിയ 1 തിരുവനന്തപുരം. സഹകരണത്തിനായി രാഷ്ട്രീയ ഐക്യം. ഇന്നീ വിഷയത്തിൽ നമ്മുടെ അതിഥികളായി G സുധാകരൻ, പൊതുമരാമത്ത് മന്ത്രിയും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയും, രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, VV രാജേഷ്, BJP സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ ചേരും, ജോർജ് ജോസഫ്, സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകൻ, കൊച്ചി ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ആദ്യം G സുധാകരനിലേക്ക്. മിനിസ്റ്റർ, ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ആസൂത്രിത നീക്കം, അതിനെതിരെയായിരുന്നു സമരം. എന്തുകൊണ്ടാണ് ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് സഹകരണ ബാങ്കുകളെ തടയുന്ന RBIയുടെ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢനീക്കമാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു? പൊതുവെ ഇന്ത്യയിലെ മൊത്തം ജനസാമാന്യത്തെയും അത് കേരളവും പെടും, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയും അതിന് ജീവിതം താറുമാറാക്കുന്ന
വളരെ തെറ്റായിട്ടുള്ള കറൻസി നയമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രീ മോഡിയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000-ൻ്റെയും 500-ൻ്റെയൊക്കെ നോട്ടുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ 2000-500 നോട്ടിൽ ഇറക്കിയിരിക്കുകയാണല്ലോ. ആ നോട്ടുകൾ വേണ്ടത്ര കിട്ടാനുമില്ല, പഴയത് എടുക്കുന്നുമില്ല. ആ കൂടി ജനജീവിതം, സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചിരിക്കുക, എല്ലാ തൊഴിൽ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യ ഒട്ടാകെയുള്ളൊരു പ്രതിഭാസമാണ്, കേരളത്തിൽ മാത്രമല്ല. പക്ഷേ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉള്ള നിലവിലുള്ള RBIയുടെ അംഗീകാരം പോലും ഇപ്പോൾ അവരെടുത്ത് കളയുകയാണ്. കാരണം അവിടെ ഫണ്ട് സ്വീകരിക്കാൻ പാടില്ല, ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല, അവിടുന്ന് പണം കൊടുക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മറ്റ് കോർപ്പറേറ്റ് ബാങ്കുകളിലേക്കും പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കും പ്രൈവറ്റ് ബാങ്കുകളിലേക്കും നീങ്ങണമെന്നുള്ളതാണ്. അത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഞങ്ങൾ പറയാതിരിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷത്തിനും അക്കൗണ്ടുള്ളത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ അംഗത്വമുണ്ട്. കാരണം ഒരാൾ ഒന്നിലേറെ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലോ അംഗമായിരിക്കും. ഇപ്പോൾ ഞാൻ 2006 കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആകുമ്പോൾ 20,000 കോടിയാണ് നിക്ഷേപം, 13,000 കോടി അറ്റ വായ്പയാണ്. ഞാൻ 5 വർഷം ആ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ 70,000 കോടിയായിട്ട് ഉയർന്നു നിക്ഷേപം. 62,000 കോടി അതിൻ്റെ ലോണും പോയി. അപ്പോൾ അത് ആ വഴി അങ്ങ് നല്ലതുപോലെ തെളിച്ചിട്ടിരുന്നതുകൊണ്ട് ഈ നിക്ഷേപം പിന്നെ അങ്ങ് തുടരെ കൂടുകയായി. ഇപ്പോൾ 1,27,000 കോടിയാണ് ഇപ്പോഴത്തെ നിക്ഷേപം. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം അവിടെ ലോണും പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ളൊരു പ്രസ്ഥാനം, ലക്ഷക്കണക്കിന് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഈ സ്ഥാപനം, അല്ലെങ്കിൽ വായ്പക്കാരുടെ ഈ സ്ഥാപനം, ഗ്രാമീണരുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ബാങ്കിങ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടും പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമീണ ജീവിതം സ്തംഭിച്ചു. അപ്പോൾ കേരളത്തോടൊന്നും അങ്ങനെ ചെയ്യാൻ കാരണം രാഷ്ട്രീയ പ്രതികാരമാണ്. BJPക്ക് കാര്യമായി കോപ്പറേറ്റീവ് സെക്ടറിലൊന്നുമില്ല. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അടിസ്ഥാന തലത്തിൽ ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒന്നും കാര്യമായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡെപ്പോസിറ്റോ ലോൺ ഫെസിലിറ്റിയോ ഒന്നും കാര്യമായിട്ടില്ല. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇവിടെ എല്ലാമുള്ള കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വൻകിട പഞ്ചസാര ഉടമകളുടെയും വൻകിട കൃഷിക്കാരുടേതായ കോപ്പറേറ്റീവ്സാണ്. സാധാരണക്കാർക്ക് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇവിടെയാണ് സാധാരണക്കാരുടെ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യയിൽ മൊത്തം ഈ ഒരു വർഷക്കാലം പ്രചാരത്തിലിരിക്കുന്ന കറൻസിയുടെ മൂല്യവും എത്രയാണ്? നമ്മുടെ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന കറൻസിയുടെ മൂല്യം, ആ മൂല്യം നമ്മുടെ ജനസംഖ്യയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കറൻസി ഉപയോഗിക്കുന്ന കേരളത്തിലാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും സാധാരണക്കാരായ കൂലിവേലക്കാരെ, അടിമകളെ, ട്രൈബൽസ്, അവിടെ കയ്യിലൊന്നും പൈസയൊന്നുമില്ല. അവർ വലിയ തരത്തിൽ പൈസ ഒന്നും ചിലവില്ല, പൈസ കൈ വെച്ചുകൊണ്ട് സൂക്ഷിക്കാറുമില്ല അവർ. നമ്മുടെ മലയാളികൾ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് വീട്ടിൽ തന്നെ സൂക്ഷിക്കും. പല കല്യാണത്തിന് കൊടുക്കണം, മരണത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് പലതരം സഹായം ചെയ്യണം. അങ്ങനെ പലതരം സഹായങ്ങൾക്ക് വേണ്ടി പണം കൈവച്ചേക്കും, പൈസ കുറച്ചെങ്കിലും ഉള്ളൂ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് വന്നതോടുകൂടി കോപ്പറേറ്റീവ് ബാങ്കുകളാണ് അവരുടെ ആശ്രയം. ഇതൊന്നും വന്നതോടുകൂടി അതൊന്നും നടക്കില്ല. പണം കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുള്ളത് കേരളത്തിൽ. ആ സാധാരണക്കാരുടെ ആ നിത്യജീവിതത്തെ അടിച്ചു തകർക്കുക വഴി അവരിവിടുത്തെ ഈ പുരോഗമനപരമായ ഡെമോക്രാറ്റിക് ബാങ്കിങ് വ്യവസ്ഥ ഇല്ലാതാക്കുകയും പുരോഗമനപരമല്ലാത്ത സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു, സർക്കാർ നിയമിക്കുന്ന ഡെമോക്രാറ്റിക്കായി എലക്ട് ചെയ്യപ്പെടാത്ത പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് ബാങ്കുകളായും അവയുടെ മേധാവിത്വം കൊണ്ടുവരികയാണ്. ഇത് കോർപ്പറേറ്റ് ഫൈനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് കുറേ കാലം ആ എടുക്കുന്ന സമീപനത്തിന് കുറേ കൂടി അധീശത്വം, അതിനൊരു തടസ്സമായിരുന്നു കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖല. ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ സഹകരണ വിപണനം കേരളീയം എന്നൊരു മഹാപദ്ധതി വഴി നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനോട് ചേർന്ന് ഇവിടെ വിലക്കയറ്റം പൂർണ്ണമായിട്ട് അങ്ങ് പിടിച്ചു നിർത്തി. കോർപ്പറേറ്റുകളുടെ ഒരു സ്വാധീനം ഇവിടെ നടന്നില്ല. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കൺട്രോൾ വന്നതോടുകൂടി കോപ്പറേറ്റീവ്സ് ഒന്നും ഇനി അങ്ങനെയുള്ള യാതൊരു കോപ്പറേറ്റീവ് മാർക്കറ്റുകളും നടത്തിക്കൂടാ, പണമിടപാട് മാത്രം നടപ്പാക്കാവും. അപ്പോൾ കേരളത്തിലെ വിലക്കയറ്റം വരുന്ന പ്രസ്ഥാനത്തെ അവരില്ലാതാക്കി വൻകിടക്കാർക്കൂടെ വില കൂട്ടി സാധനം വിൽക്കാനുള്ള ഒരു മാർക്കറ്റായി കേരളത്തിലെ മാറ്റാൻ, അതിനെ തടയുന്ന കോപ്പറേറ്റീവ്സ് ഇല്ലാതാക്കുക. ഇത് അമേരിക്കൻ നയം ഇന്ത്യയിൽ പ്രായോഗികമാക്കുന്നതിൻ്റെ ഭാഗമാണ്. UPA ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്ന മര്യാദ പോലും ഇവർക്കില്ല. ഇവരെ കണ്ണടച്ചതങ്ങ് നടപ്പിലാക്കുകയാണ്. അതാണ് മോഡി എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹം പൂർണ്ണമായും ഈ കാര്യത്തിൽ രാജാവ് നഗ്നനാണെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഈ സമരം പ്രഖ്യാപിച്ച ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്
ഈ സമരം കോൺഗ്രസും CPM-ഉം ചേർന്നാണ് നടത്തുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഒരേ അഭിപ്രായക്കാരാണെന്ന് പലവട്ടം കണ്ടതാണ്. ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നവർ കള്ളപ്പണക്കാരാണ് എന്ന കാര്യത്തിൽ അവരെത്ര അകലെ നിന്നായാലും ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചാൽ അത് കള്ളപ്പണക്കാരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. ഇവിടെ ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയ 1,70,75,000 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ എത്ര ശതമാനം കള്ളപ്പണമുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്? കേരളത്തിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ സംഘങ്ങളിലൊക്കെ ആയിട്ട് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇല്ലാത്ത ശത്രുവിനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധം നടത്തുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ഇന്ന് ആ സമരത്തിന് പിന്തുണ നൽകിയ UDF-ഉം ചെയ്യുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൻ്റെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറയാം, കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ. കോപ്പറേറ്റീവ് സൊസൈറ്റി LDF-ൻ്റെയോ UDF-ൻ്റെയോ അത്രത്തോളം ശക്തമായിട്ട് ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ സ്വാധീനമുണ്ട്, പല ബാങ്കുകളും ഉണ്ട്. മുമ്പ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിന് തന്നെ എന്നെപ്പോലെ തന്നെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അതല്ല ചർച്ച. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ BJP കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും ആ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും തന്നെ നേരിട്ട് തെരുവിലിറങ്ങി ഈ തെറ്റായ പ്രചരണത്തിന് ആക്കം കൂട്ടിക്കുന്ന ഒരു സംഗതി കേരളത്തിലുണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനമൊക്കെ നിമിത്തം ചില മാധ്യമങ്ങളൊക്കെ തന്നെ അതിനൊരു അമിത പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? റിസർവ് ബാങ്കിന്റെ നിയമം, എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ കറൻസി നോട്ട് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ, അവകാശമുള്ളൂ. ഇവിടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റികൾ ബാങ്കുകളല്ല. എന്നാൽ ഇവ പലതും തന്നെ നിയമലംഘനം നടത്തിക്കൊണ്ട് ബാങ്ക് എന്ന ബോർഡും വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ട്. പതിറ്റാണ്ടുകൾ, എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷം കൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഇവരോട് പല കണക്കുകളും ആവശ്യപ്പെട്ടപ്പോൾ ഇതുവരെയും കണക്ക് സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു കാര്യം ശരിയാ, 25,000-30,000 കോടി മാത്രം ഉണ്ടായിരുന്ന 1 ലക്ഷം കോടി രൂപയിലേക്ക് അല്ലെങ്കിൽ 1,30,000 കോടി രൂപയിലേക്ക് അവരുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ നിക്ഷേപകർ ആരൊക്കെയാണ്, ആ നിക്ഷേപകർക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി, ആ സോഴ്സ് വെളിപ്പെടുത്തിയാൽ മാത്രം മതി. പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നതിന് പകരം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ വരുമ്പോഴേക്കും മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ തിരിച്ചയക്കുക. അതോടൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിൽ KYC റൂൾ ഇവർ പിന്തുടരുന്നില്ല. ബാങ്കിംഗ് മേഖലയിൽ നടപ്പിലാക്കേണ്ട ഒരു നിയമവും നടപ്പിലാക്കാതെ ഇക്കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഫണ്ട്, കോമൺ ഗുഡ്സ് ഫണ്ട്, സർവീസ് ചാർജ്, പ്രോസസിംഗ് ചാർജ്, വാല്യുവേഷൻ ഫീസ്, കൺഫർമേഷൻ ഫീസ്, സാലറി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോസ്റ്റേജ്, 2% ഷെയർ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിയമപരമായ ഒരു വിലയിരുത്തലിലോ നിയമയുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും ഇല്ലീഗൽ ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേര് നടക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇതിനെല്ലാം ലീഗലൈസ് ചെയ്യണം. നിങ്ങൾ ഇതിന്റെ ഡെപ്പോസിറ്റർമാരെ ഇപ്പോൾ ഒരു പത്മകുമാറിന്റെ പേരിൽ ഒരു 4-5 വീട്ടുപേര് വെച്ചുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അക്കൗണ്ട് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഒരു ഐഡന്റിറ്റി കാർഡും ആരും പരിശോധിക്കില്ല. അപ്പോൾ കള്ളപ്പണക്കാരനായ 1 കോടി രൂപയുള്ള ഒരു പത്മകുമാർ അല്ലെങ്കിൽ ഒരു രാജേഷ് ഉണ്ടെങ്കിൽ 10 ലക്ഷമോ 5 ലക്ഷമോ ഒരു 10 പേരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങാം. അവിടെ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, ഒരു ഐഡന്റിറ്റി കാർഡും പരിശോധിക്കുന്നില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കേരളത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അത് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗമായി, വളരെ അവ്യക്തമായി ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. ആദായ നികുതി വകുപ്പിന് നിലവിൽ സർവീസ് സഹകരണ ബാങ്കുകളിൽ ഇടപെടുന്നതിന് എന്താണ് തടസ്സമുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, റിസർവ് ബാങ്കിന്റെ ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് കേരളത്തിലെ പ്രാഥമിക ബാങ്കുകൾ നിരസിക്കുന്നത് അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കുന്നത്? 3. ബാങ്ക് എന്ന ബോർഡ് വെച്ച് ബാങ്കുകളല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ബാങ്ക് എന്ന ബോർഡ് വയ്ക്കാൻ റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് കേരളത്തിലെ പ്രൈമറി സഹകരണ സംഘങ്ങൾ പലതും സഹകരണ ബാങ്കുകളായി മാറിയത് എന്നാണ് എനിക്കുള്ള വിവരം. ഇതിൽ താങ്കൾക്കുള്ള തെളിവെന്താണ്? താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ. താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ട് തെറ്റാണ്. KYC റൂൾസ് ഇവരാരും തന്നെ പിന്തുടരുന്നില്ല. 1. 2. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 2007 മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നാൾ മുതൽ
അയച്ച നോട്ടീസുകൾക്കൊക്കെ തന്നെ കേരളത്തിലെ ഈ സർവീസ് സഹകരണ സംഘങ്ങൾ സംഘടിതമായി നിന്നുകൊണ്ട് ഒന്നിനും മറുപടി കൊടുത്തില്ല. എറണാകുളത്ത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നപ്പോഴേക്കും സംഘടിത സമൂഹം CI2കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞയച്ചു. ശ്രീ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ വ്യക്തമായ കണക്ക് സമർപ്പിക്കുവാൻ വേണ്ടി പലതവണ ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളൊന്നും തന്നെ വിജയിച്ചില്ല. KYC റൂൾസ് ഒന്നും തന്നെ ഇവർ പിന്തുടരുന്നില്ല എന്നുള്ളത് തന്നെ ഇവരുടെ എല്ലാ ക്രമക്കേടുകൾക്കും ആദ്യത്തെ തെളിവായി ഞാൻ നിരത്തി. അവ്യക്തമായിട്ടില്ല, വളരെ വ്യക്തമായിട്ടാണ് ഞാൻ അക്കാര്യങ്ങൾ പറയുന്നത്. വി രാജേഷ്, താങ്കൾ പറയുന്നതിൽ വീണ്ടും അവ്യക്തതയുണ്ട്. 25 ലക്ഷം രൂപ നിക്ഷേപമുള്ളവർ, 25 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപമുള്ളവരുടെ വിവരങ്ങൾ നൽകാമെന്ന് കേരളത്തിലെ സഹകരണ മേഖല മാത്രമല്ല BJP ഭരിക്കുന്ന ഗുജറാത്തിലെ സഹകരണ മേഖലയും ഈ ഇൻകം ടാക്സിനെ അറിയിച്ചിട്ടുള്ളതാണ്, ഇൻകം ടാക്സ് വിഭാഗത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു തീരുമാനം ഇനിയും ആവാനിരിക്കുന്നതേ ഉള്ളൂ. 25 ലക്ഷം പരിധിയിൽ താഴെയുള്ളവർ, 25 ലക്ഷം എന്ന പരിധി നിശ്ചയിച്ചത് തന്നെ 25 ലക്ഷം രൂപ ബാങ്ക് നിക്ഷേപമായി കിടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പലിശ ആദായ നികുതിയുടെ പരിധിക്ക് മുകളിൽ വരും എന്നുള്ളത് കൊണ്ടാണ്. ഈ വിവരം കേരളവും ഗുജറാത്തും അറിയിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല ചെയ്യേണ്ടത്? അല്ല, 25 ലക്ഷം എന്നുള്ള പരിധി ആരാ കണ്ടുപിടിച്ചത്? ഇവിടുത്തെ നിയമം പറയുന്നത് എന്താ? 25 ലക്ഷം പരിധിയുള്ള പരിധി എന്ന് പറയാനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അധികാരമുണ്ട്. അപ്പോൾ ഏതോ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ നിയമമല്ലല്ലോ. ഗുജറാത്ത് BJP ആണോ ഭരിക്കുന്നത്, സർവീസ് സഹകരണ സംഘങ്ങൾ BJP ആണോ ഭരിക്കുന്നത് അല്ല വിഷയം. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടപെടണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടുത്തെ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മേധാവികൾ ചേർന്നിരുന്നുകൊണ്ട് ഒരു എമൗണ്ട് നിശ്ചയിച്ച് അതിന് മേലുള്ള കണക്ക് മാത്രമേ ഞങ്ങൾ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ റിസർവ് ബാങ്ക് പറയുന്ന എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു എന്ന് റിസർവ് ബാങ്കിനെ ഒരു ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് പ്രശ്നം നോക്കും. അവിടെ BJPയോ CPMോ എന്നുള്ള പ്രശ്നമില്ല. അതിന് തയ്യാറാകത്താണ് ഇവിടുത്തെ പ്രശ്നം. വി രാജേഷ് ഇവിടെ പറയുന്നത് ഈ KYC നോംസ് പൂർണ്ണമായും ഇവർ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ആക്ഷേപം. കള്ളപ്പണത്തിനെതിരായ ഒരു നീക്കത്തിൽ യഥാർത്ഥത്തിൽ നിക്ഷേപകർ ആരാണ്, നിക്ഷേപകം എത്രയുണ്ട് എന്നറിയേണ്ടത് ആദായ നികുതി വിഭാഗത്തെ സംബന്ധിച്ച് നിർണായകവുമാണ്. എന്താണ് ഇതിലെ വസ്തുത? അല്ല, വസ്തുത ഞാൻ വ്യക്തമായി സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വിഷു വന്നപ്പോൾ സുപ്രീം കോടതിയുടെ ചില പരാമർശനങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ 25,000 കോടി രൂപയുടെ ക്രയവിക്രയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രയവിക്രയം നിലച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഒരു സ്റ്റാഗ്നേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നാട് അരാജകത്വത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ കലാപത്തിന് ആഹ്വാനം കൊടുക്കും, കലാപത്തിലേക്ക് ജനങ്ങൾ തിരിയും. അപ്പോൾ കലാപത്തിലേക്ക് ഈ നാടിനെ നയിക്കാനാണോ ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആളുകളെ പിഴിയുന്നതിനൊരു മര്യാദ വേണ്ടേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പണമെന്ന് പറയുന്നത് ഒരാളുടെയും കൈവശം ഇരിക്കുന്നൊരു സാധനമല്ല. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പണം നാളെ വേറെ ആളുടെയും പോകുന്നു, അവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രയവിക്രയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രയവിക്രയം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പണം വേണം. പണമില്ല. 3 ദിവസമാണ് ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞത്. ആ 3 ദിവസം കഴിഞ്ഞു. പിന്നെ അത് 50 ദിവസമായി. ആദ്യം അദ്ദേഹം 4,000 രൂപയാണ് പറഞ്ഞെടുക്കാൻ, അത് 4,500 ഇന്നിപ്പോൾ അത് 2,000 കുറച്ചു. നാളെ അത് ആർക്കുമില്ല, മുതിർന്ന പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഹകരണ മേഖലയും വൈദ്യനാഥൻ കമ്മീഷൻ്റെ ഒരു പാക്കേജ് ഉണ്ടല്ലോ, ആ പാക്കേജുമായിട്ടുള്ള തർക്കം ഈ സഹകരണ മേഖലയിൽ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. ഈ വീടിന് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. ഇവിടെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന, ബാങ്കിൻ്റെ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നല്ലോ. അതിന് നിയന്ത്രണം കൊണ്ടുവന്ന് ബാങ്കിന് സമാനമായി പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മനസ്സിലാക്കാം. അത് ഈ പറയപ്പെടുന്ന റിസർവ് ബാങ്കിൻ്റെ റെഗുലേഷൻ മാത്രമല്ല, വൈദ്യനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇവിടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അംഗീകരിക്കാതെ അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ ആ പാക്കേജിനെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് എത്താൻ പോവുകയും ചെയ്തപ്പോഴാണ് ഇവിടെ ഈ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് പിൻവലിച്ചത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് പിൻവലിച്ച ആ തക്കം ഉപയോഗിച്ച് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ളൊരു നീക്കം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ അസാധാരണമായൊരു സാഹചര്യമുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രിയും
അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാരുമെല്ലാം ഇന്നൊരു സമരമുഖത്ത് വന്നു. ആ സമരത്തിന് പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ചേരാൻ തയ്യാറാകാത്ത പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒരു കൊടിക്കൂറയുടെ പിന്നിൽ അണിനിരക്കാൻ കാരണം ഈ കേരളത്തിലെ 60% വരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി പ്രവർത്തിക്കുകയാണ്. ആ പ്രാഥമിക സഹകരണ സംഘങ്ങൾ കള്ളപ്പണത്തിൻ്റെ ഉറവിടമാണ്, കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞ് കേരളത്തിലെ പൊതുജന സമൂഹത്തെ ആക്ഷേപിക്കുന്നത് ആ പൊതുജനങ്ങളുമായി കേരളത്തിൽ ബന്ധമില്ലാത്തൊരു പ്രസ്ഥാനമായി BJP നിലകൊള്ളുന്നുകൊണ്ടാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കാൻ എനിക്കാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനത്തിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ ആ കള്ളപ്പണം പരിശോധിക്കാൻ, കണ്ടുപിടിക്കാൻ എല്ലാ സംവിധാനമുണ്ട്. ഇവിടെ ടാക്സ് 25 ലക്ഷമോ 10 ലക്ഷമോ നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, അത് ആദായ നികുതി വകുപ്പാണ്. അപ്പം നമ്മൾ പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ പാൻ കാർഡിനകത്ത് ഇത്ര രൂപയെന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് എന്താണോ വരുമാനം ആ വരുമാനം നമ്മൾ അവരെ അറിയിക്കുന്നു. അറിയിച്ചു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണോ അല്ലയോ എന്ന് അവർ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിലുള്ള അക്കൗണ്ടുകൾ പരിശോധിക്കാൻ, ആ അക്കൗണ്ട് നിക്ഷേപം പരിശോധിക്കാൻ, ആ നിക്ഷേപിക്കുന്ന നിക്ഷേപകൻ ആരാന്ന് പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പിന് കഴിയും. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികൾ കഴിയും. അങ്ങനെ കള്ളപ്പണം ഇന്ന് സമൂഹത്തിലെ മറ്റു ബാങ്കുകളിൽ കള്ളപ്പണം എത്രയുണ്ടോ അത് ആ ഒരു തോതിൽ സഹകരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകാം എന്നല്ലാതെ സഹകരണ സ്ഥാപനങ്ങൾ കള്ളപ്പണത്തിന്റെ ഉറവിടമാണെന്ന് പറയുന്നത് ബോധപൂർവമായ ഒരു നീക്കത്തിന്റെ ശരി രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ജോർജ് ജോസഫ് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുമേഖലാ ബാങ്കുകളിൽ, സ്വകാര്യ ബാങ്കുകളിലുള്ള കള്ളപ്പണത്തിന്റെ അതേ തോത് ചിലപ്പോൾ സഹകരണ ബാങ്കുകളിലും കണ്ടേക്കാം. കാരണം സമൂഹത്തിലാണല്ലോ ഇവ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൽ എത്ര കള്ളപ്പണമുണ്ടോ അതിൻ്റെ ഒരു തോത് ചിലപ്പോൾ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായേക്കാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുമ്പ് മന്ത്രി ജി സുധാകരൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള വലിയ സാമ്പത്തിക പ്രവർത്തനം നടത്തുന്ന, ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള, നാട്ടിൽ വേരോട്ടമുള്ള ഒരു സഹകരണ പ്രസ്ഥാനത്തെ ഈ നിലയിൽ മരവിപ്പിച്ച് കിടത്താൻ കേന്ദ്ര സർക്കാർ തുനിയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അത് കള്ളപ്പണത്തിനെതിരായുള്ള പോരാട്ടമോ അതോ മുൻപ് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ച വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പ്രകാരം സഹകരണ മേഖലയെ ഒരർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബാങ്കുകളുമായി, മുഖ്യധാര ബാങ്കുകളുമായി ലയിപ്പിക്കുക, അതല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മുന്നോടിയാണ്? അജിംസ, ഇവിടെ പ്രശ്നം നമ്മൾ അജിംസ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ളൊരു കാര്യമാണ്. ഇവിടെ സഹകരണ മേഖലയിൽ മാത്രമാണോ കള്ളപ്പണം ഉള്ളത്? ഈ കൊമേഴ്സ്യൽ ബാങ്കിലൊന്നും യാതൊരു വിധത്തിലുള്ള കള്ളപ്പണം ഇല്ല എന്നുള്ളതാണോ? അജിംസിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനം, പഞ്ചാബിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, SBI ഉൾപ്പെടെയുള്ള 3 നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ഈ കോബ്ര പോസ്റ്റിൻ്റെ റിപ്പോർട്ടർമാർ ചോദിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് 500 കോടി രൂപയുടെ കള്ളപ്പണമുണ്ട്, ഞങ്ങൾക്കിതൊന്ന് ബാങ്കിലിട്ട് തന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ, എത്ര കോടി രൂപ വേണമെങ്കിലും ഉണ്ടോ, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, യാതൊന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് അജിംസും ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കേട്ടതാണ്. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 3 നാഷണലൈസ്ഡ് ബാങ്കുകളുടെ റിപ്പോർട്ട്. അവിടെ എന്ത് അന്വേഷണം നടന്നു? എന്താണ് അവിടെ അന്വേഷിച്ചത്? എന്ത് നടപടിയാണ് അവിടെ ഉണ്ടായത്? അജിംസിനോ അല്ലെങ്കിൽ VV രാജേഷിനോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഇതൊരു നടപടി എടുത്തതായിട്ട്? പിന്നെ മറ്റൊരു കാര്യം, ഈ നവംബർ 8-ാം തീയതി രാത്രി ഈ നോട്ട് പിൻവലിച്ചു. അതിന് മുമ്പ് ഒരു പ്രത്യേക പ്രവണത ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിലുണ്ടായി. ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ കുറച്ച് കാലമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നൊരു പ്രശ്നം അതിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ ഗ്രോത്തിൻ്റെ റേറ്റ് താഴോട്ട് വരിക എന്നുള്ളതായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അതുപോലെ വായ്പ എടുക്കുന്ന തോതും കുറഞ്ഞു വരികയായിരുന്നു. അത് ബാങ്കുകളെ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നവംബർ 8-ാം തീയതിക്ക് മുമ്പുള്ള 6 മാസ കാലയളവിൽ, പ്രത്യേകിച്ച് 3-4 മാസ കാലയളവിൽ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെ നിക്ഷേപം വളരെ വൻതോതിൽ കുതിച്ചുയർന്നു. ഇതെങ്ങനെ സംഭവിച്ചത്? അപ്രതീക്ഷിതമായിട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഗ്രോത്തിനെതിരായിട്ടുള്ളൊരു ട്രെൻഡ് 2-3 മാസങ്ങളിൽ എങ്ങനെയാണ് പെട്ടെന്നുണ്ടായത്? ആരാണ് അന്വേഷിക്കുന്നത്? ആരാണ് അന്വേഷിച്ചിരിക്കുന്നത്? ഒരാളും അന്വേഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം,
ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട്. സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള ബാങ്കുകൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൻപുറത്തൊരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ടൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മെമ്പറുടെ ജാമ്യത്തിൽ പോയി 10,000 രൂപ മേടിക്കാൻ കഴിയുന്ന ഏക ഔദ്യോഗിക സ്ഥാപനം ഈ സഹകരണ സ്ഥാപനങ്ങളാണ്. അതാരും മറന്നുപോകരുത്. ഈ ന്യൂജൻ ബാങ്കുകളുടെ ഉമ്മറത്ത് കയറാൻ, അതിൻ്റെ അകത്ത് കയറാൻ സാധാരണക്കാരന് കഴിയുമോ? എത്ര ന്യൂ ജനറേഷൻ ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ലോൺ കൊടുക്കുന്നുണ്ട്, മറ്റ് ചെറുകിട വായ്പകൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ബാങ്കുകളിൽ ഒന്നും തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവർ ശാഖ തുറക്കുന്നു, പെട്ടെന്ന് തന്നെ ഇവരുടെ ഡിപ്പോസിറ്റ് വൻതോതിൽ കുതിച്ചു വരുന്നു. കോടാനുകോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഈ ന്യൂജൻ ബാങ്കുകളുടെ ശാഖകളിൽ കുമിഞ്ഞുകൂടുന്നു. ആരാണ് അന്വേഷിച്ചിട്ടുള്ളത്? എത്ര ബാങ്കുകളിൽ ഇതിനെതിരെ നടപടിയെടുത്തു? പിന്നെ അജിംസ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു ഗൂഢോദ്ദേശത്തോടെ ചെയ്യുകയാണ്. അത് ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത് അതിനകത്ത് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊന്നുമല്ല. കേരളത്തിലെ സഹകരണ മേഖല മറ്റ് സംസ്ഥാനങ്ങളുടെ സഹകരണ മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിലാണ് പ്രൈമറി 1605 സഹകരണ ബാങ്കുകളും 15,000 ചില്ലാൻ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും അടങ്ങുന്ന വലിയൊരു ശൃംഖല ഒരു സംസ്ഥാനത്തിനും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ, ഈ സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രീയമായ വളർച്ചയ്ക്ക് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില പാർട്ടികളുടെ വളർച്ചയുടെ അടിസ്ഥാനം ഇതാണെന്നുള്ളൊരു നിഗമനം ഈ കേന്ദ്രം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പൊളിച്ചു കൊടുത്താൽ കേരളത്തിൽ ഒരു എൻട്രി ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നവർ അനുമാനിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഈ അവസരം പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നതുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് സഹകരണ ബാങ്കുകളിൽ ഡെയിലി കളക്ഷൻ മേടിക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പോഴും ഡെയിലി കളക്ഷൻ മേടിക്കുന്നതിന് ആ ഡെയിലി കളക്ഷൻ പിരിക്കാൻ പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റി നടക്കുന്നില്ല. അതും ഒരു ധനകാര്യ സ്ഥാപനമാണ്. നമുക്കറിയാം, ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് നോട്ട് മാറാം. 500-ൻ്റെ 1000-ൻ്റെ നോട്ട് എടുക്കാം, കൈമാറാം, കൊടുക്കാം, എല്ലാം ചെയ്യാം. അത് ആ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് 10-25 വർഷമായിട്ടുണ്ടാവും കൂടിപ്പോയാൽ. 1905 ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ നിയമം പാസ്സാക്കുന്നത്. 1912 കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘം രൂപമെടുക്കുന്നത്. അതിനുശേഷം ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഒരു നൂറ്റാണ്ട് ഈ സമൂഹത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയുടെ എല്ലാം നട്ടലായിട്ട് പ്രവർത്തിച്ചൊരു പ്രസ്ഥാനമാണ്. അവർക്ക് ഇന്നലെ വന്ന സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പോലും കഴിയാത്ത ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉള്ള അവകാശം പോലും ഇല്ല. ഇനി വേറൊരു കാര്യം, ഇത് മഹാരാഷ്ട്രയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സാരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട് ബോംബെയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ബാങ്കാണ്. കോടിക്കണക്കിന് രൂപ, 10-30,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കാണ്. അവിടെ ആരും മാറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്ന ഈ നടപടികൾ ഇന്ത്യ ഒട്ടാകെയാണെന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ മഹാരാഷ്ട്രയിലെ സുഹൃത്തുക്കളെ, ബോംബെയിലെ സുഹൃത്തുക്കളെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അവിടെയൊന്നും ഈ നിയന്ത്രണം ബാധകമായിട്ടില്ല. ഇവർ ഇന്ത്യയിലെല്ലാം ആണ് ഇത് ബാധകമായിട്ടുണ്ട്. ഇത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് മാത്രമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അത്ര വൻകിട ബാങ്കുകൾ, 1-2 അല്ലെങ്കിൽ 10-15 നിസ്സാരമായിട്ടുള്ള എണ്ണം വൻകിട ബാങ്കുകൾ അവിടെ ഉണ്ട് കോപ്പറേറ്റീവ് മേഖലയിൽ തന്നെ. അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ബാങ്കാണ് സാരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക്. അതുപോലുള്ള ബാങ്കുകൾ അവിടെ ഉണ്ട്. ആ ബാങ്കുകളിലെല്ലാം ഇന്നും ഈ 500-ൻ്റെ 1000-ൻ്റെ ഒക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ശരി ശരി ജോർജ്, സമയം മടങ്ങിയാൽ വളരെ പെട്ടെന്ന് അതിലേക്ക് ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ജി സുധാകരനിലേക്ക് ഒരിക്കൽ കൂടി. ജി സുധാകരൻ, ഇവിടെ BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന് പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം കള്ളപ്പണം ശേഖരിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ കള്ളപ്പണം നിക്ഷേപിക്കാൻ തരത്തിലുള്ളത്ര ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ കള്ളപ്പണം നിക്ഷേപിക്കാവുന്ന ഒന്നാണ് എന്നാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ നോ യുവർ കസ്റ്റമർ നോംസ് പലപ്പോഴും പ്രാഥമിക സഹകരണ ബാങ്കുകൾ പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ VV രാജേഷ് ആരോപിക്കുന്നത്. ഇത്തരത്തിൽ കള്ളപ്പണം ശേഖരിച്ചു വയ്ക്കാൻ പറ്റാവുന്ന ഒന്നാണോ നിലവിലെ കേരളത്തിലെങ്കിലും സഹകരണ മേഖല? ഈ നമ്മുടെ കേരളത്തിലെ പല BJP നേതാക്കന്മാർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഭ്രാന്തി, അവർ ഈ RBIയുടെ ഭാരവാഹികൾ മറ്റ് സംസാരിക്കുകയാണ്. അവരാണ് RBI, നമ്മളൊക്കെ RBIക്കെതിരെ. അങ്ങനല്ല, ഞങ്ങളാരും RBIക്കെതിരെ.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രീമിയർ ബാങ്കാണ്. നോട്ടടിക്കുന്ന അവരാണ്, ആ അധികാരം മറക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ബാങ്കാണത്. അതിൻ്റെ പൊതു നിർദ്ദേശപ്രകാരം മാത്രമേ ഈ രാജ്യത്ത് കറൻസി അടിക്കാനും കറൻസി വിതരണം ചെയ്യാനും കഴിയും. പക്ഷേ ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടം റിസർവ് ബാങ്കിനെ ജനകീയ ബാങ്കിങ് പ്രസ്ഥാനത്തിനെതിരെ തിരിച്ചുവിട്ടതാണ് പ്രശ്നം. ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ RBI ഭാരവാഹികളാണ് ഞങ്ങൾ എന്ന മട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകർ സംസാരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് അവർ ചിന്തിച്ചാൽ മതി. അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവരങ്ങനെ സംസാരിച്ചിട്ടില്ല. അധികാരത്തിൽ വരുമ്പോൾ RBIയുടെ ഭാരവാഹികൾ സംസാരിക്കട്ടെ, ധനകാര്യമന്ത്രി സംസാരിക്കട്ടെ, പ്രൈം മിനിസ്റ്റർ സംസാരിക്കട്ടെ. പക്ഷെ നമ്മൾ ആ പാർട്ടി പ്രവർത്തകരായാലും മറ്റു പാർട്ടിക്കാരായാലും നമ്മൾ വസ്തുതാപരമായി നോക്കുക. RBI ഭാരവാഹി എന്ന അടിസ്ഥാനത്തിലോ RBI ശത്രുവായിട്ടുമല്ല ഇവിടെ സംസാരിക്കണം. ഞാൻ RBIയുടെ ശത്രുവല്ല. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഈ കള്ളപ്പണം എങ്ങനെയാണ് ഉണ്ടായത്? കള്ളപ്പണവും കള്ളനോട്ടും രണ്ടും രണ്ടാണ്. ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്രകാരം നോട്ട്, ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് അടിച്ചിറക്കുന്നതിനാണ് കള്ളനോട്ട്. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കണക്കിൽപ്പെടാത്തത്, ടാക്സ് കൊടുക്കാത്തത്, പൂഴ്ത്തിവെക്കുന്നത്, അതാണ് കള്ളപ്പണം. യഥാർത്ഥ പണമാണത്. പക്ഷേ അത് അക്കൗണ്ടിൽ വരുന്നില്ല. ആ അക്കൗണ്ടിൽ പണമില്ലാതെ, അക്കൗണ്ടിൽ വരാതെ ഈ പണം കോടാനുകോടി രൂപയുടെ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പണം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം കൂടിയത് ഈ രാജ്യത്തെ മുതലാളിത്ത ശക്തികളുടെ അല്ലേ, സാധാരണ പാവപ്പെട്ടവരുടെയാണോ? ഇപ്പോൾ സംസാരിക്കുന്നത് രാജേഷിൻ്റെ കയ്യിൽ കള്ളപ്പണം ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ കള്ളപ്പണം ഇല്ലല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കയ്യിലില്ലല്ലോ. ഇവിടെ സംസാരിച്ച വിദഗ്ധൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിലൊന്നും കള്ളപ്പണമില്ല, നമ്മുടെ വീട്ടുകാരുടെ കയ്യിലില്ല. നമ്മളൊന്നും അങ്ങനെയുള്ള സമ്പൽ വ്യവസ്ഥയിലെ വൻകിടക്കാരോ കോടീശ്വരന്മാരോ അല്ല. ഈ വൻകിട കുത്തകകൾ, ഫൈനാൻസ് മൂലധനത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വൻകിട വ്യാപാരികൾ, ഇങ്ങനെ പലതരക്കാരുടെ കയ്യിൽ കള്ളപ്പണമുള്ളത് ഈ രാജ്യത്തെ ഭരണലോകങ്ങളുടെ ഭാഗമാണ്. അല്ലാതെ സാധാരണക്കാരുടെ കയ്യിലോ സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലോ ഉള്ളതല്ലത്. അത് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ് ബാങ്കുകളിലാണ്, ഇവിടുത്തെ കമേഴ്ഷ്യൽ ബാങ്കുകളിലാണ്, ഇവിടുത്തെ സ്വകാര്യ ബാങ്കുകളിലാണ്, ന്യൂ ജനറേഷൻ ബാങ്കുകളിലാണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒന്നുമില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ താരതമ്യേന വളരെ കുറവാണ്. ഇപ്പോൾ രാജേഷിൻ്റെ അടുത്തുള്ള സഹകരണ ബാങ്ക് പരിശോധിച്ചോളൂ. നിങ്ങൾക്ക് സഹകരണ ബാങ്ക് ട്രിവാൻഡ്രം നഗരിയിലുണ്ടല്ലോ ഒരെണ്ണം, കുറച്ച് ഡെപ്പോസിറ്റ് ഉള്ളതാണ്. നിങ്ങളവിടെ പരിശോധിക്കൂ. CPM ഭരിക്കുന്ന 400-450 കോടി രൂപ ആണെങ്കിൽ ഡെപ്പോസിറ്റുള്ള പേരൂർക്കട ബാങ്കിലെ പരിശോധിക്കാനുള്ള സംവിധാനം റിസർവ് ബാങ്കിൻ്റെ കയ്യിലും ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലില്ല. പിന്നെ പരിശോധിക്കണം. ആരും എങ്ങും തടയുന്ന പ്രശ്നമൊന്നുമില്ല, ആരും തടയുന്നില്ല. എവിടെയെങ്കിലും തടയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. ആരാ ഇതിനൊക്കെതിരെ? ഞങ്ങൾ അതിനൊന്നും എതിരല്ല. നിയമാനുസരണം പരിശോധന നടത്താതെയും നിയമാനുസരണം ഒന്നും കണ്ടുപിടിക്കാതെയും നിയമാനുസരണം നോട്ടീസ് കൊടുക്കാതെയും തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കാതെയും കോപ്പറേറ്റീവ് മേഖലയെല്ലാം കള്ളപ്പണത്തിൻ്റെതാണെന്ന് പറയുന്നത് തന്നെ ബാലിശമാണ്. സ്വന്തം വീട്ടുകാരിൽ നിന്നും സ്വന്തം അയൽക്കാരിൽ നിന്നും കുറ്റത്തിൻ്റേതായ ഒരു കൈവിരലുകൾ ചൂണ്ടുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊരിക്കലും പറയാൻ പാടില്ല. മലയാളത്തിൽ പറയാൻ പാടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പിടിക്കുക. ഇവിടെ അതല്ല. ഇത് ജനാധിപത്യപരമായ പണമാണ്. ജനാധിപത്യ ഭരണഘടനയും ഭരണരീതിയുമാണ് കോപ്പറേറ്റീവ്സിൽ. അതിൻ്റെ പണം സാധാരണക്കാരുടേതാണ് ഭൂരിപക്ഷം. കോടീശ്വരന്മാരാരും 10 പൈസ തരത്തില്ല. വല്ല ഗൾഫിൽ നിന്നെങ്ങാനും വരുന്നവർ കുറച്ച് പണമിട്ടാലായി റിട്ടയർ ചെയ്തവരുടെ പണമാണ് കൂടുതൽ. പിന്നെ കൃഷിക്കാരുടെയും അതുപോലെ കുറച്ച് തൊഴിലാളികളുടെയും കുറേ ഉദ്യോഗസ്ഥന്മാരുടെയും പണമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് വിശ്വസനീയമായിട്ടുള്ള പണവും വിശ്വസനീയമായ ക്രയവിക്രയ രീതികളും അക്കൗണ്ടിങ് രീതികളുമാണ് ഉള്ളത്. അതിന് വ്യക്തമായ നയമുണ്ട്, തീരുമാനമുണ്ട്. ചിലടത്ത് വയലേറ്റ് ചെയ്യപ്പെടേണ്ടാവും. ഞാൻ തന്നെ കോപ്പറേറ്റീവ് മിനിസ്റ്ററായിരുന്നപ്പോൾ എത്ര ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു, എത്ര ഇടതും വലതും നോക്കാതെ ഞാൻ പിരിച്ചുവിട്ടു. അതെല്ലാം തെറ്റിൻ്റെ പേരിൽ, കള്ളപ്പണത്തിൻ്റെ പേരിലല്ല, മറ്റ് നിയമലംഘനത്തിൻ്റെ പേരിൽ. ഇവിടെ 60,000 കോടി രൂപയുടെ കിട്ടാക്കുടിശ്ശിക എഴുതി തള്ളിയില്ലേ? 10,000-10,000 കോടി അതിനകത്തിൽ വിജയമാല്യയുടെ ഇല്ലേ? അതെല്ലാം എന്ത് പണമാണ്? എന്തുകൊണ്ടാണ് അവർ ആ പണം അടയ്ക്കാതിരുന്നത്? ആ കുടിശ്ശിക വരുത്തിയിട്ട് ആ ബാങ്കിനെ എന്താ പിരിച്ചുവിടാത്തത്? അവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുക്കാത്തത് എന്താ? അത് ശരിക്കും നോക്കി സമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കാത്ത റിസർവ് ബാങ്കിലെ ഏതെങ്കിലും ഒരു പിയൂണിൻ്റെ പേര് നടപടിയുണ്ടോ? അപ്പോൾ അവിടെയൊക്കെയാണ് പ്രശ്നം. അതിലൊന്നും യാതൊരു ഇടപാടുമില്ല. വളരെ വ്യക്തമാണ്. എന്ത് വേണമെങ്കിലും വാദിച്ചോളൂ. പക്ഷേ സത്യം പകൽ വെളിച്ചം പോലെ കത്തിജ്വലിക്കുകയാണ്. ശരി, വി രാജേഷ്, ഇവിടെ ജി സുധാകരൻ ആരോപിക്കുന്നത് മുമ്പ് പലവട്ടം പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചതാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ BJP സർക്കാർ ഇപ്പോൾ നടത്തുന്നത് കള്ളപ്പണത്തിനെതിരെ എന്ന പേരിലുള്ള ഒരു നിഴൽ യുദ്ധമാണ്. യഥാർത്ഥത്തിലുള്ള കള്ളപ്പണം വേറെ എവിടെയോ ആണ്. ഇപ്പോൾ ഈ പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ മേഖലയെ തന്നെ പരിശോധിക്കുക. ആരുടെ കള്ളപ്പണമായിരിക്കും അവിടെ ഉണ്ടാവുക? അക്കൗണ്ട് ചെയ്യപ്പെടാത്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ, എത്രമാത്രം ആരുടെ ആയിരിക്കും അതിലുണ്ടാവുക? അജിംസ്, ഇവിടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ മാത്രമാണ് കള്ളപ്പണം ഉള്ളത് എന്ന് ഞങ്ങൾ ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒരു ഹിന്റ് നൽകി, അവിടെയും ഉണ്ടാകാം. അദ്ദേഹത്തിന് അത്രയും പറയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അത്രയും പറഞ്ഞു വെച്ചു.
അവിടെ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നില്ല. 60 വർഷം കൊണ്ടുള്ള തെറ്റായ നയങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി വിദേശ രാജ്യങ്ങളിൽ ഏറെക്കുറെ നമ്മുടെ GDP-യുടെ പകുതി വരുമെന്ന് പറയുന്നു, കാൽഭാഗത്തിൽ കൂടുതൽ വരുമെന്ന് പറഞ്ഞു. എന്തായാലും അത്രത്തോളം കള്ളപ്പണം വിദേശ ബാങ്കുകളിലായിട്ട്, ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബാങ്കുകളിലായിട്ട്, അതോടൊപ്പം തന്നെ ഇതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലായിട്ടുണ്ട്. എങ്ങും കൊടുക്കാതെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. നക്സലൈറ്റുകളുടെ കയ്യിൽ 7500 കോടി രൂപയുടെ കള്ളപ്പണമുണ്ട് എന്ന് കേരളകൗമുദി പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നക്സലൈറ്റുകളുടെ കയ്യിൽ, മാവോവാദികളുടെ കയ്യിലൊക്കെ തന്നെ. ഇപ്പോൾ അവർ നട്ടം തിരിയുകയാണ്, അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലായി കള്ളപ്പണം കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമാന്മാരായ ഇത് കൈകാര്യം ചെയ്യുന്നവർ അതിന് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വർഷങ്ങളായി വിൽക്കാതിരുന്ന ലോക്കറ്റ് 2 ദിവസം കൊണ്ട് 29 ലക്ഷം രൂപയുടെ ലോക്കറ്റാണ് വിറ്റുപോയത്. അതായത് നോട്ട് നിരോധിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ സ്വർണം വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ അതിബുദ്ധിമാന്മാരായ ഇത് കൈകാര്യം ചെയ്യുന്നവർ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അതിനെ ക്യാൻസൽ ചെയ്ത് പണം വാങ്ങുന്നു. KSRTCയുടെ തിരുവനന്തപുരം വികാസ് ഭവൻ ഉൾപ്പെടെ ഉള്ളവരുടെ കളക്ഷൻ വൈകുന്നേരമാകുമ്പോഴേക്കും 500,000 നോട്ട് കൊടുത്ത് ചില്ലറ വാങ്ങുന്നു. ഇന്ന് മാതൃഭൂമി ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ അത് ക്രയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കെതിരെ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്ന ആർക്കും ഒരു തർക്കവുമില്ല. ഇവിടെ മഹാരാഷ്ട്രയുടെ ഒരു ബാങ്കിന്റെ പേര് അദ്ദേഹം പറഞ്ഞു. ഞാനത് പരിശോധിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, റിസർവ് ബാങ്ക് ഒരു ഡയറക്ഷൻ പുറപ്പെടുവിക്കുമ്പോഴേക്കും മഹാരാഷ്ട്രയുടെ ഒരു ബാങ്കിന് മാത്രമായിട്ട് അതിന് ഒരു ലീനിയൻസിയോ ഒരു എക്സെപ്ഷനോ നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഹാരാഷ്ട്ര BJP ഭരിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നൊന്നും പറഞ്ഞിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് വിലപ്പോവുകയില്ല. 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന കോടതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഞാനത് പരിശോധിച്ചിട്ടില്ല. മറ്റൊന്ന്, തുടക്കത്തിൽ ദിവസങ്ങളിലൊന്നും തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് പണം വാങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. ആദ്യത്തെ 3 ദിവസം ഈ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പണം സ്വീകരിക്കാമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഊരും പേരുമില്ലാതെ, തലക്കെട്ടില്ലാതെ, മേൽവിലാസമില്ലാതെ 3 ദിവസം കൊണ്ട് 2800 കോടി രൂപ ബാക്ക് ഡേറ്റ് ഇട്ട് ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സഹകരണ സ്ഥാപനത്തിൽ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ തന്നെ നോട്ടടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പേര് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം മീഡിയ ഓൺ ചാനലിൽ ഞാൻ ഒരു പേര് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിന്ന് ചില ആൾക്കാർ എന്നോട് വിളിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് മാധ്യമങ്ങൾ പറയുന്നത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, പല ജില്ലകളിലും അന്ന് രാത്രി പിറ്റേ ദിവസം പുലരുന്നതിനിടയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അജിത്സെ, അതിന്റെ കണക്കുകൾ പുറത്തു വരട്ടെ. പറഞ്ഞു അന്വേഷിക്കട്ടെ. ഇടപെടുകയാണ്. താങ്കൾ പറയുന്നു ആദ്യത്തെ 3 ദിവസം സഹകരണ ബാങ്കുകൾ പണം സ്വീകരിച്ചുവെന്ന്. സ്വാഭാവികമായും കൈവശമുള്ള ലിക്വിഡ് പണം അത് തങ്ങൾക്ക് ഏറ്റവും അടുത്ത പ്രാപ്യമായ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ നിക്ഷേപകർ തിരക്ക് കൂട്ടും. അവർ പകൽ നിക്ഷേപിക്കും, രാത്രി നിക്ഷേപിക്കും. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം കള്ളപ്പണമാണെന്ന് താങ്കൾ ആരോപിക്കുന്നത്? ഇല്ല, ആ 2800 കോടി രൂപ ആരാണ് നിക്ഷേപിച്ചത്? അതിലും എത്രയോ കോടി പൊതുമേഖലാ ബാങ്കുകളിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അവരുടെ നിക്ഷേപ പരിധി വർദ്ധിച്ച കാര്യം ഇവിടെ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടി. ഇൻകം ടാക്സ് പരിശോധിക്കുന്നുണ്ടല്ലോ. അതിൽ ഓരോരുത്തരും ടാക്സ് ഈ പ്രൈമറി സഹകരണ ബാങ്കുകളിൽ പരിശോധിക്കാൻ ഇൻകം ടാക്സ് എന്താണ് തടസ്സം? ഇത്തരത്തിൽ നിക്ഷേപം വർദ്ധിക്കുമ്പോൾ അത് ആരുടേതാണെന്ന് പരിശോധിക്കാൻ എന്താണ് തടസ്സം? അജിംസ് ഇത്രയും നേരം വളരെ ആരോഗ്യപരമായി പോയൊരു ചർച്ച എന്നെ ഉത്തരം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അത് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഇൻകം ടാക്സ് അധികൃതർ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും ഒരു ഡിസ്ക്രിപ്പൻസി നോട്ട് ചെയ്തപ്പോഴേക്കും അവരവിടെ എത്തി. കൂടുതലായി സ്വർണം വിറ്റ പല ജുവലറികളിലും അവിടെ എത്തി. കൊമേഴ്സ്യൽ ബാങ്കുകളിലും ന്യൂ ജനറേഷൻ ബാങ്കുകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കേരളത്തിലെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ ഡെപ്പോസിറ്റർമാരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. ഈ ഡെപ്പോസിറ്റർമാരുടെ സോഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഈ നിക്ഷേപിച്ച 2800 കോടി രൂപ ബ്ലാക്ക് മണിയല്ല, അത് നികുതി കൊടുത്ത പണമാണ് എന്നുള്ള രീതിയിലുള്ള വസ്തുത വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം അവസാനിച്ചു. എന്താ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? ഇവരുടെ തന്നെ സോഴ്സ് വെളിപ്പെടുത്താൻ വേണ്ടി ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തയ്യാറായി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം അവസാനിച്ചു. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട്, സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ രാജേഷ് ചൂണ്ടിക്കാട്ടുന്നതിൽ ഒരു വസ്തുതയുണ്ട്. 2007 മുതൽ, അതായത് താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ച വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനെതിരെ കേരളത്തിലേതുൾപ്പെടെയുള്ള സഹകരണ മേഖല നടത്തിയ ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗം തന്നെയാണ് നോ യുവർ കസ്റ്റമർ. അതായത് കസ്റ്റമറുടെ വിവരങ്ങൾ പൂർണ്ണമായും കൈമാറുന്നത് സംബന്ധിച്ചുള്ള തർക്കം തുടരാൻ കാരണം. അതിൽ ഏറ്റവും ഒടുവിലുണ്ടായ വസ്തുത ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, 25 ലക്ഷം രൂപയിൽ മുകളിൽ നിക്ഷേപമുള്ളവരുടെ വിവരങ്ങൾ നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു.
ഈ വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഏറെക്കുറെ അംഗീകരിക്കുകയാണെങ്കിൽ, അത് UPA സർക്കാരിൻ്റെ കാലത്ത് വന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്, അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം സമ്മർദ്ദമുണ്ടായിരിക്കുക, അതിനെതിരെ സഹകരണ മേഖല ചെറുത്തു നിന്നു. ശരി, ഈ ഒരു വി രാജേഷ് ചൂണ്ടിക്കാട്ടുന്ന നിക്ഷേപകരെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. അല്ല, ഞാനതാണല്ലോ പറഞ്ഞത്, വളരെ ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കം, ആ തർക്കത്തിൻ്റെ ഒരു ഫോർമുലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ആദായ നികുതി വകുപ്പും റിസർവ് ബാങ്കിൻ്റെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കത്തക്ക ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന സമയത്താണ് ഈ 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ പിൻവലിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പറയപ്പെടുന്ന അല്ല, സേവന മേഖലയിൽ നിന്ന് ഈ സ്ഥാപനങ്ങൾ പിന്മാറേണ്ടി വരും. അതുപോലെ തന്നെ വായ്പയും നിക്ഷേപവും പിന്നെ തുടർന്നു പോകാൻ ആകാത്ത ഒരു സ്ഥിതിയിൽ ഈ വരുന്ന ആയിരക്കണക്കിന് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ തർക്കം തുടർന്നു പോയത്. എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാര്യം ഈ സഹകരണ മേഖലയിൽ കള്ളപ്പണമില്ലെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം, അധികാരികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ മേഖലയിലിരിക്കുന്ന ആളുകൾക്കുമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിനുമുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതിൻ്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. വിശ്വാസ്യത നിലനിന്നില്ലെങ്കിൽ ഈ ക്രൈസിസ് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായി ഇത് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഇവിടെ ഇപ്പോൾ കള്ളപ്പണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അത്താഴ പട്ടിണിക്കാരാരെങ്കിലും ഒരാൾ റെയിൽവേയിൽ ഒരു ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഈ പണം മടക്കി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നിൻ്റെ ഒരു ബില്ല് എഴുതി വാങ്ങിച്ചിട്ട് പണം വാങ്ങുന്നു, മാറുന്നു. ഇതൊക്കെയല്ലല്ലോ. ഇവിടെ കർണാടകത്തിൽ ഒരു മുൻ മന്ത്രി, അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനോ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യേണ്ട, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് 500 കോടി രൂപ ചിലവാക്കി. ഈ 500 കോടി രൂപയും 1000 രൂപയും 500 രൂപയും നിരോധിച്ചതിന് ശേഷമാണ്. അപ്പോൾ ക്രയവിക്രയം നടത്തണമെങ്കിൽ 2000 നോട്ട് വേണം. ഏത് ബാങ്കിൽ നിന്നാണ് ഈ 2000 നോട്ട് ഇത്ര 500 കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയത്? 500 കോടി രൂപയുടെ ക്രയവിക്രയം എങ്ങനെ നടന്നു? അതിൻ്റെ സോഴ്സ് ഏത് ബാങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ആദായ നികുതി വകുപ്പ് എന്താ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് എന്താ ചെയ്യുന്നത്? ഈ അത്താഴ പട്ടിണിക്കാരന് റെയിൽവേ ടിക്കറ്റ് മാറുമ്പോൾ അതിൻ്റെ സോഴ്സ് ചോദിക്കുന്ന ഈ ആദായ നികുതി വകുപ്പ് ഈ 19 കോടി രൂപയുടെ സാരി വാങ്ങിച്ചിട്ട് 98 കോടി രൂപയുടെ ആഭരണം വാങ്ങിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു നഗരം 36 ഏക്കറിൽ സൃഷ്ടിച്ചിട്ട് അതിനെക്കുറിച്ച് ഇവിടുത്തെ ആദായ നികുതി വകുപ്പ് എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? ആ കല്യാണത്തിന് പോകരുതെന്ന് പറഞ്ഞല്ലാതെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? ഈ 500 കോടിയുടെ 2000 രൂപയുടെ നോട്ട് വേണമല്ലോ. ആ നോട്ട് എവിടെ നിന്ന് കിട്ടി? ഏത് ബാങ്കിൽ നിന്ന് കിട്ടി? എവിടെയാണ് ഈ പണം സറണ്ടർ ചെയ്തത്? ഈ 1000-ൻ്റെയും 500-ൻ്റെയും ഇതിനൊക്കെ ഉത്തരം കിട്ടണ്ടേ? അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഒരു കാര്യം, നമ്മുടെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ഈ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒരു 3 മാസം ഞാൻ പറയുന്നുള്ളൂ. അഭൂതപൂർവമായ പിന്നെ നിക്ഷേപമാണ് ബാങ്കിൽ വന്നത്. എങ്ങനെയാണ് വന്നത്? മാത്രമല്ല, ഇന്ന് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരിക്കുന്ന ആള് നമുക്കറിയാം. നേരത്തെ അദ്ദേഹം റിലയൻസിൻ്റെ ഫൈനാൻസ് അഡ്വൈസറായിരുന്നു. റിലയൻസ് ഗ്രൂപ്പ് ഇവിടെ ജിയോ സിം ആരംഭിച്ചു സെപ്റ്റംബർ 5-ന്. അത് ക്ലോസ് ചെയ്യുന്ന ഡിസംബർ 30-നാണ്. ഈ ഡിസംബർ 30 എങ്ങനെ തിരഞ്ഞെടുത്തു? ഡിസംബർ 30 കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കള്ളപ്പണം മുഴുവൻ മാറി ഭവാനി സിംഗ് വെളിപ്പെടുത്തി. അപ്പോ അറിയേണ്ടവരെയൊക്കെ ശരി രാജ്മോഹൻ, അത്തരം വിഷയങ്ങളിൽ നമുക്ക് പിന്നീട് പോകാം. മന്ത്രിയിലേക്ക് ഒരിക്കൽ കൂടി. മന്ത്രി ജി സുധാകരൻ, ഇവിടെ വി രാജേഷ് ഉന്നയിച്ച ഒരു കാര്യം, തിരുവനന്തപുരത്ത് ഏതോ ഒരു ബാങ്കിൽ 2800 കോടിയുടെ നിക്ഷേപം ഒറ്റ രാത്രി കൊണ്ടുണ്ടായി എന്നെല്ലാം ആരോപിക്കുന്നു. അത്തരം നിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഒരു ബാങ്കിലല്ല, തിരുവനന്തപുരത്ത് ഒരു ബാങ്കിലല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ മുഴുവനായി 3 ദിവസം കൊണ്ട് വന്ന എമൗണ്ട് ആണ് ഞാൻ ശരി. സംസ്ഥാനമൊട്ടാകെ 2800 കോടി നിക്ഷേപം ഉണ്ടായിരിക്കട്ടെ. മന്ത്രി, മിനിസ്റ്റർ, സഹകരണ മേഖല സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ ക്രമാതീതമായി ഇത്തരത്തിലൊരു നിക്ഷേപം ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ അത് പരിശോധിക്കില്ല. എന്താണ് അതിന്റെ വസ്തുത? ഇത് രാജേഷിന് ഈ സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. നിക്ഷേപ സമാഹരണ കാലത്ത് 2-3 ദിവസം കൊണ്ട് 2000-3000 കോടി രൂപ കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ മുമ്പും വന്നിട്ടുണ്ട്. കാരണം 14 ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ ബാങ്കുകൾ, പിന്നെ 1605 പ്രൈമറി കോപ്പറേറ്റീവ്സ്, ഇവിടെയെല്ലാം വരാറുണ്ട്. പിന്നെ കാർഷിക വികസന ബാങ്കുകൾ. സാധാരണഗതിയിൽ തന്നെ ഇൻറ്റൻസീവായിട്ടുള്ള സഹകരണ നിക്ഷേപം കേരളീയം എന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ 3 ദിവസം കൊണ്ട് 3000-4000 രൂപ കോടി ചിലപ്പോൾ വരും.
ഇതിപ്പോൾ സിറ്റുവേഷനാണ്, ഏതാനും ദിവസം കൊടുത്തിരിക്കുകയാണ്. ആ ദിവസം മാത്രമേ നിക്ഷേപിക്കാനാവൂ. അതുകൊണ്ട് കൈവശം പല ആവശ്യത്തിനും പണം വെച്ച എല്ലാവരും കൊണ്ടിടും. അതെല്ലാം കള്ളപ്പണമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാനേ പാടില്ല. അതിനകത്തിൽ എത്ര ശതമാനം ഉണ്ടെന്നത് പരിശോധിക്കണം. ചിലപ്പോൾ 2-3% ഉണ്ടാകാം. അതുകൊണ്ട് ഞാനങ്ങനെ കള്ളപ്പണമുണ്ട്, ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു കള്ളപ്പണമില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? എല്ലാ ബാങ്കിലും ഉണ്ടാകും, പക്ഷേ വളരെയേറെ കുറവാണ് ഇവിടെ ഉള്ളത്. പരിശോധിക്കുന്നത് യാതൊരു തടസ്സവുമില്ല. ഇവിടെ പ്രധാനമായി ഉന്നയിക്കുന്ന പ്രശ്നം ദേശീയ തലത്തിലുള്ള അതീവ രഹസ്യമായ ചില നീക്കങ്ങളുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ ഏറ്റവും ദോഷകരമായി BJP പറ്റി ഞങ്ങൾ ഉന്നയിക്കുന്ന, ഇപ്പം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ സെക്യുലറിസ്റ്റ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താ? അതൊരു വർഗീയ പാർട്ടിയാണെന്ന് രാജേഷ് നിഷേധിച്ചോട്ടെ. അതിൻ്റെ അടിസ്ഥാനം ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്ന RSS ആണ്. പക്ഷേ ഇപ്പോൾ BJPയും RSSും പൊളിഞ്ഞു പോയിരിക്കുന്നത് എന്തുകൊണ്ട്? അവരൊരു സാമൂഹിക സാമ്പത്തിക പ്രശ്നത്തേക്ക് വന്ന് വർഗീയത ഉപയോഗിച്ച ആളുകളെ അവരെ അണിനിരത്തിയ ആ പോളിറ്റിക്സെ തകർന്നു, അവർ തന്നെ തകർത്തു. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇത്തരം പ്രശ്നങ്ങളിൽ അവർ വന്ന് ചാടും തോറും അവർ ഒറ്റപ്പെടുന്നത് അതിവേഗം കാണും. നല്ല കാര്യമാണ്. ഈ കാര്യത്തേക്ക് വന്നത് നന്നായി. കാരണം ഇവിടുത്തെ സെക്യുലറിസ്റ്റുകൾക്കും ഇവിടുത്തെ ഡെമോക്രാറ്റ്സിനും BJPയുമായിട്ട് സംവാദം ചെയ്യാനും BJPയുടെ വർഗീയതയുടെ യാതൊരു അംശവുമില്ലാതെ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ മോഡി അറിയാതെ ചെയ്തു തന്നൊരു ഉപകാരമാണ്. ജനങ്ങൾക്ക് വളരെ പ്രയാസമുള്ള ഉപകാരമാണ്. അതിൽ ഞങ്ങൾ ശക്തമായി പങ്കെടുക്കണം. BJP ചെയ്യേണ്ടത് എന്താണ്? BJP ഇവിടെ നിലവിലുള്ള എല്ലാ നോട്ടുകളും എടുക്കാൻ തയ്യാറായിട്ട് ആ നോട്ട് നിങ്ങളെ കസ്റ്റഡി വെക്കുക. അങ്ങ് റിസർവ് ബാങ്ക് ഏറ്റെടുക്കുക ഈ ബാങ്കുകളിൽ നിന്ന്. എന്നിട്ട് പകരം നോട്ട് കൊടുക്കുക. പ്രശ്നം തീർന്നല്ലോ. എന്തിനും പാവപ്പെട്ട നാട്ടുകാരെന്ത് പഴിച്ചോ? കള്ളപ്പണക്കാരെ പിടിച്ചോ? അവരെ അറസ്റ്റ് ചെയ്തു? ഇതിലൊന്നും ഒരു തർക്കവുമില്ല. പൂർണ്ണ പിന്തുണ തരാം. ഏത് ബാങ്കും പരിശോധിച്ചോളൂ. അതിന് യാതൊരു തടസ്സവുമില്ല. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സാധാരണക്കാരുടെ കയ്യിലുള്ള നിങ്ങൾ റിസർവ് ബാങ്ക് ഒരു കോൺട്രാക്റ്റ് അല്ലേ? ഈ പ്രോമിസ് സേ എന്നല്ല, ഞങ്ങൾ ഇത്രയും തുക ഈ നോട്ട് നൽകിയാൽ തരാമെന്ന് പ്രോമിസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോ ഓഫ് കോൺട്രാക്റ്റ് പ്രകാരം റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട് കൊടുത്ത ഈ നോട്ടുകൾ എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതൊട്ടും ഭരണഘടനാപരമായി ശരിയല്ല. ശരി ജോസഫ്, ഞാൻ മടങ്ങി വരാം. ഇവിടെ മുമ്പ് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം തന്നെ ഈ റിസർവ് ബാങ്കുമായി സഹകരണ മേഖലയെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യാധീൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു കേസ് സ്റ്റഡി മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെതാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അങ്ങനെ തന്നെ ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വന്നു ഏതാനും മാസങ്ങൾക്കകം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് നൽകുന്ന നിർദ്ദേശങ്ങളിലെ അപ്രായോഗികത തന്നെയാണോ പ്രാഥമിക സഹകരണ മേഖല ഉൾപ്പെടെയുള്ളവ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം? വളരെ ചുരുക്കി. അജിംസ, ഇവിടെ ഇന്ന് രണ്ട് വിധത്തിലും നമ്മൾ കാണണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കാതലായിട്ടുള്ള പ്രശ്നം ഇന്ന് 2 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എൻ്റെ മുമ്പിൽ വന്ന ഇന്നുണ്ടായ 2 കാര്യങ്ങളാണ്. എൻ്റെ പരിചയത്തിലുള്ളൊരു പെൺകുട്ടിയുടെ കല്യാണം ഡിസംബർ 1 തീരുമാനിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിനാവശ്യമായിട്ടുള്ള പണം മുഴുവൻ ഇട്ടിരിക്കുന്നത് സഹകരണ ബാങ്കിലാണ്. അജിംസ, എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കിൽ സാധാരണ ആളുകൾ പണം നിക്ഷേപിക്കാൻ കാരണം? അതിനൊരു കാരണം അവർക്ക് കൂടുതൽ ആക്സസ് ഉള്ള ബാങ്കുകൾ അവയാണ്. അവർക്ക് അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും മറ്റുള്ളവരെയൊക്കെ പരിചയം കാണും. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പക്ഷേ ദൂരെ ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാരണം സഹകരണ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളെക്കാൾ ഡെപ്പോസിറ്റിന് 1% കൂടുതൽ പലിശ നൽകുന്നു. അതും ഒരു അഡ്വാൻറ്റേജാണ്. ഈ 2 കാരണങ്ങൾ സഹകരണ ബാങ്കുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മുഴുവൻ പൈസയും സഹകരണ ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. ആശങ്കയോടെ ഈ പെൺകുട്ടി എന്നോട് ചോദിച്ചു, സാർ എന്ത് ചെയ്യും? ഒന്നും എടുത്തിട്ടില്ല, വിവാഹത്തിനുള്ള സ്വർണം പോലും എടുത്തിട്ടില്ല, എന്താ ചെയ്യുക? എന്താണ് അതിന് മറുപടി നമ്മൾ പറയുക? രണ്ടാമതൊരാൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ഒരു 8 ലക്ഷം രൂപയോളം ഈ സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് പോകുമോ എന്നുള്ള ആശങ്ക. ഇത് ഒരു ബാങ്കിങ് സംവിധാനത്തിൻ്റെ, ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നൊരു സംവിധാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു. അതാണ് കാതലായ പ്രശ്നം. ആ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ നാളെ ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ ആളുകൾ തയ്യാറാവുമോ? വേറെ എന്തെങ്കിലും നടപടിയൊന്നും ഈ കാശ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ആവട്ടെ, 1% പലിശ കുറച്ച് കിട്ടിയുള്ളൂ, എന്തായിട്ടെ കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് തന്നെ പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോകാനിടയില്ലേ? അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത, ഈ സംവിധാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ തകർത്തെടുക്കുക എന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ച് നമുക്ക് മനസ്സിലാവും. വളരെ ലളിതമൊന്നുമല്ല കാര്യങ്ങൾ. രാജേഷ് പറയുന്ന പോലെ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിച്ച് പോകാവുന്ന കാര്യമൊന്നുമല്ല. കുറേ കള്ളപ്പണമുണ്ട്, അത് പിടിക്കാതിരിക്കണേ എങ്ങനെയാണ് എന്നൊക്കെ. ഇതിനകത്ത് അതിശക്തമായിട്ടുള്ള ചില അജണ്ടകൾ സസൂക്ഷ്മം നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. രണ്ടാമതൊരു കാര്യം,
രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം ശരിയാണ്. കള്ളപ്പണം കണ്ടുപിടിക്കണം, സഹകരണ ബാങ്കുകളിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. ഇവിടെ സംസാരിച്ച ആർക്കും അതിൽ തർക്കമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ അവർക്ക് ദൈനംദിന ഇടപാടുകൾ നടത്താൻ പാടില്ല. ഒരു വിധത്തിലും അവർ വെച്ചിരിക്കുന്ന പൈസ ഒരു സ്ഥലത്തും മാറാൻ പാടില്ല എന്നൊക്കെ ഉള്ള നിഷ്കർഷം. ഡെയിലി കളക്ഷൻ ഒരുപാട് ചോദ്യങ്ങളാണ് നോട്ട് നിരോധവുമായി ബന്ധപ്പെട്ടും സഹകരണ മേഖലയെ അതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകളും ഉയർത്തുന്നു. വളരെ നന്ദി മന്ത്രി ജി സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, വി രാജേഷ്, ജോർജ് ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. സ്പെഷ്യൽ എഡിഷൻ ഇതോടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പോളിമിക്സ് കാണാം. നമസ്കാരം.